എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഹോളോ വേൾഡിൽ ഐസന്റെ വലിയ മാൻഷൻ കാണിക്കുകയാണ്. ഐസൻ ആണെങ്കിൽ ഗഹനമായിട്ടുള്ള ചിന്തയിലാണ് എങ്ങനെ ഒരുപാട് ഹ്യൂമൻസിന്റെ സോളൊക്കെ അബ്സോർബ് ചെയ്തെടുക്കാം. ഹോളോസിന് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് അലങ്കാർ വരെ എത്തിച്ചു. അവിടുന്ന് അവരെ അപ്ഡേറ്റ് ചെയ്ത് എങ്ങനെ കുറെ കൂടെ എൻഹാൻസ് ചെയ്യാം, എന്റെ പ്ലാനുകളൊക്കെ വളരെ വേഗം എക്സിക്യൂട്ട് ചെയ്യണം, അതിനെന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്, ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളങ്ങനെ തലയ്ക്കകത്തിട്ട് ആലോചിച്ച് പോയിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഐസൻ ആണെങ്കിൽ വല്ലാതെ ബോറടിക്കും. ചെയ്യാനായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോഴായിരിക്കും അവന്റെ ആ ഒരു റൂം അത് ലക്ഷ്യമാക്കി ആരോ വരുന്നുണ്ട് എന്ന് ഐസൻ മനസ്സിലാക്കുക. ഐസൻ ആണെങ്കിൽ പതിയെ ചിരിക്കാനായിട്ട് തുടങ്ങും. അവൻ ആരാണെന്നും അവന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നും ഐസന് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സോ അടുത്ത നിമിഷം ഐസൻ അവിടുന്ന് ഇൻവിസിബിൾ ആവുകയാണ്. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, ഐസന്റെ ടീമിലുള്ള പാത്രാസ് എന്ന് പേരുള്ള മറ്റൊരുവൻ. അവൻ അങ്ങനെ ഐസന്റെ ആ വലിയ റൂമിന്റെ മുക്കിലും മൂലയിലും ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ എവിടെയും ഇപ്പൊ ഐസനെ കാണാനില്ല. അവൻ അല്പനേരം എന്തൊക്കെയോ ആലോചിച്ച് നിന്ന് അവിടെ ദൂരത്തായിട്ട് കാണുന്ന ഒരു വലിയ ബോക്സിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ ഒരു ടേബിളിലായിട്ട് പ്രത്യേക പവറൊക്കെ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്റ്റോൺ അവൻ കാണും. അവനാവശ്യം ആ സ്റ്റോൺ ആണ്. ഐസന്റെ കണ്ണിൽ പെടാതെ ആ സ്റ്റോൺ അടിച്ചു മാറ്റി അവിടുന്ന് രക്ഷപ്പെടുക. അതാണ് അവന്റെ ഇപ്പോഴത്തെ ഏക പ്ലാൻ. ആക്ച്വലി ഈ പ്ലാനൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഐസൻ അവിടുന്ന് ഇൻവിസിബിൾ ആയി പോയതും അവന് ഒരു ചാൻസ് അവിടെ ഒരുക്കി കൊടുത്തതും. സോ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവൻ ആ പവർഫുൾ സ്റ്റോൺ അതെടുക്കാനായിട്ട് അങ്ങനെ കൈനീട്ടും. അടുത്ത നിമിഷം ഐസന്റെ അസിസ്റ്റന്റ് അവൻ ഡോറൊക്കെ തുറന്ന് ഇപ്പൊ ആ റൂമിലേക്ക് വരികയാണ്. അവൻ ആ കാഴ്ച കണ്ട് അങ്ങനെ ഒരു സെക്കൻഡ് ഷോക്കാവും. അവൻ അങ്ങനെ ടെൻഷനായി, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നീ ഇങ്ങനെയാണോ മാസ്റ്റർ ഐസന്റെ അടുത്ത് നന്ദി കാണിക്കുന്നത്? ഒരു കാരണവശാലും ഇത് ക്ഷമിക്കാനാവില്ല. സോ ഈ നിമിഷം തന്നെ നീ ഇവിടുന്ന് കടന്നു പോണം. അത്രോസ് ആണെങ്കിൽ അതിന് ദേഷ്യപ്പെട്ട് പറയും, നീ ഇത് കാണുന്നില്ലേ, ഒരു സോൾ റീപ്പർ ആയ ആ ഐസൻ അവനാണ് ഇപ്പൊ ഈ ഹോളോ വേൾഡ് ഭരിക്കുന്നത്. അതൊരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല. എനിക്ക് ഈ ഹോളോ വേൾഡ് ഭരിക്കണം. അതിന് ഈ പവർഫുൾ സ്റ്റോൺ അതെനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവനങ്ങനെ ഉച്ചത്തിൽ അലറി ആ സ്റ്റോൺ കയ്യിലെടുക്കുകയാണ്. പക്ഷെ ഐസന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അവളത് തടയാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്ക് പാത്രോസ് ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അവളെ അറഞ്ചം പുറഞ്ച് അറ്റാക്ക് ചെയ്ത് അവിടെ ഉപേക്ഷിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോ ഹ്യൂമൻ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് ഓണർ ഉരഹരയും മുടിയനും മീശക്കാരനും അവരാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. സോ ഉരഹരയാണെങ്കിൽ അവന്റെ ഷോപ്പിലുള്ള ആ കുഞ്ഞു പെണ്ണിനെയും ചെക്കനെയും അവർ രണ്ടുപേരെയും അടുത്തേക്ക് വിളിക്കും. അതിനുശേഷം ഷോപ്പിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ അല്പ ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. സോ നിങ്ങൾ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതിനാ കുട്ടികളാവട്ടെ തലയൊക്കെ ആട്ടി ഓക്കെ പറയും. ഉടനെ കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിച്ചക്കനും അവർ രണ്ടുപേരും അവരുടെ എപ്പോഴത്തേതുപോലുള്ള ഡ്യൂട്ടികൾ അത് ചെയ്യാനായിട്ട് തുടങ്ങും. റാഞ്ചി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പോലും ചെയ്യാതെ മേലനങ്ങാതെ ഈ കാര്യങ്ങളെല്ലാം കണ്ട് നോക്കിയിരിക്കുകയാണ്. അവർ രണ്ടുപേരും അവനോട് ജോലി ചെയ്യാനായിട്ട് പറയും. പക്ഷെ റാഞ്ചി ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇതുപോലുള്ള ലോക്കൽ ജോബ്സ് ഒന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ആ കുഞ്ഞിപ്പിള്ളേരാണെങ്കിൽ വിടാൻ തയ്യാറാവാതെ അവനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പ്രവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ നീ ഞങ്ങളെ കഴിഞ്ഞും ഒരുപാട് പവർഫുൾ അല്ലേ, എന്നിട്ടും ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ജോലി പോലും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ശരിക്കും സോൾ സൊസൈറ്റിയിൽ ഒരു യൂസ്ലെസ് ആണ്, അതുകൊണ്ടാണ് അവർ നിന്നെ ഇങ്ങോട്ട് അയച്ചതെന്നൊക്കെ പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കും. റാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷൻ കൂടി കൂടി വരും. അതേസമയം ആ ബിൽഡിങ്ങിന് മുകളിലായിട്ട് മോഡ് സോൾസ് അവരാണെങ്കിൽ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഹായ് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും മോഡ് സോൾസിനെ അവർ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങുക. അവിടേക്ക് വന്നത് മറ്റാരുമല്ല, ആ പാത്ര ഹോളോയും അവന്റെ അസിസ്റ്റൻസും. അവരാണെങ്കിൽ ആ പവറുമായി ഇപ്പൊ ഹ്യൂമൻ വേൾഡിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ സ്പ്ലിറ്റ് പ്രഷർ അതിപ്പോ ആ സിറ്റി മുഴുവൻ സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങുകയാണ്. അത് സെൻസ് ചെയ്ത നമ്മുടെ ഓൾഡ് റീപ്പർ ക്യാപ്റ്റൻസ് അവരാണെങ്കിൽ ഇപ്പോൾ ഓരോ ഭാഗത്തു നിന്ന് ആ പ്രഷർ സെൻസ് ചെയ്യ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങും. അവരാണെങ്കിൽ എത്രയും വേഗം ആ ഹോലോയെ തകർക്കാനായിട്ട് ഉഷാറായിട്ട് ഓടും. അതേസമയം പാത്ര ാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻസുമായിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. അതിനുശേഷം അവർക്ക് ചില വാണിങ്ങും അഡ്വൈസും ഒക്കെ കൊടുക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ആ സോൾ റീപ്പേഴ്സിനെ ഡൈവേർട്ട് ചെയ്യണം. ആ ഗ്യാപ്പിൽ ആ ഉറഹറയെ അവനെ ഞാൻ തട്ടിയെടുക്കും. അവനെ കൊണ്ട് മാത്രമേ ഐസനെ പോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയൂ. സോ അവൻ്റെ ഹെൽപ്പോട് കൂടെ ഹോളോ വേൾഡിനെയും സോൾ റീപ്പർ വേൾഡിനെയും ഹ്യൂമൻ വേൾഡിനെയും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യണം. ഒക്കെയോയെ യൂസ് ചെയ്യാനായിട്ട് ഉറഹറയ്ക്ക് നന്നായിട്ട് അറിയാം. സോ നമുക്ക് അവനിലൂടെ അത് പഠിക്കാനായിട്ട് കഴിയും. ഉറഹറയെ കിട്ടിക്കഴിഞ്ഞ ഓൺ ദ സ്പോട്ട് നമുക്ക് ആ ഐസനെ ഹോളോ വേൾഡിൽ നിന്ന് ചവിട്ടി പുറത്താക്കണം. കാരണം ഒരു എക്സ് സോൾ റീപ്പർ അല്ല നമ്മുടെ
നമ്മുടെ ഹോളോ വേൾഡ് അത് ഭരിക്കേണ്ടത്. ഹോളോസ് തന്നെയാണ് ഹോളോ വേൾഡിന്റെ റിങ്സായി മാറേണ്ടത്. സോ ഉറഹറയെ ഞാൻ അന്വേഷിച്ചു പോവാണ്. ആ സമയം നിങ്ങൾ സോൾ റീപ്പേഴ്സിനെ ഡൈവേർട്ട് ചെയ്യണം. പാത്ര പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും ഇപ്പൊ സോൾ റീപ്പർ ക്യാപ്റ്റൻസിന്റെ അടുത്തേക്ക് വരികയാണ്. സോൾ റീപ്പർ ക്യാപ്റ്റൻസ് അവരെ കണ്ട് ആദ്യം ഒന്ന് ഷോക്കാവും. കാരണം ഇവർ സാധാരണ അരങ്കാസ് അല്ല. ഇവരുടെ പവർ അത് ഒരുപാട് കൂടുതലാണ്. അവർ ഞൊടിയിടയിൽ അവരുടെ അരങ്കാർ മോഡിലേക്ക് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും. അതിനുശേഷം നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ അവർ അടുത്തേക്ക് വരികയാണ്. അവരുടെ മാസ്റ്റർ പാത്ര പറഞ്ഞതുപോലെ ഇവർ അറ്റാക്ക് ചെയ്ത് കൊല്ലുകയല്ല, മറിച്ച് ഡൈവേർട്ട് ചെയ്യുക എന്നതാണ് അവരുടെ ഉദ്ദേശം. ആ കാര്യം കറക്റ്റായിട്ട് മനസ്സിൽ പറഞ്ഞുറപ്പിച്ചതിന് ശേഷമായിരിക്കും അവറ്റകൾ ഇപ്പോൾ നമ്മുടെ സോൾ റീപ്പേഴ്സിന്റെ അടുത്തേക്ക് വരിക. നമ്മുടെ സോൾ റീപ്പർ ക്യാപ്റ്റൻസിനാണെങ്കിൽ ഇപ്പൊ 20% പവർ അത് മാത്രമേ ഉപയോഗിക്കാനായിട്ട് കഴിയൂ. അവർ ആ പവർ ഉപയോഗിച്ച് ആ അരങ്കാസുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അതേസമയം പാത്ര അവനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഉറഹറ ഷോപ്പിന് മുൻപിലേക്ക് വരും. കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിപ്പയ്യനും അവർ രണ്ടുപേരും പാത്രയെ കണ്ട് ഷോക്കാവുകയാണ്. പാത്രയുടെ ആവശ്യം എങ്ങനെയെങ്കിലും ഉറഹറയെ അവനെ കണ്ടെത്തി അവിടുന്ന് തട്ടിക്കൊണ്ടു പോവുക എന്നതാണ്. ആ കുഞ്ഞിപ്പയ്യനും കുഞ്ഞിപ്പെണ്ണും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ റാഞ്ചി അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡുമായിട്ട് അവിടേക്ക് പാഞ്ഞെത്തും. റാഞ്ചി ആണെങ്കിൽ രണ്ടാമൊന്നും ചിന്തിക്കാതെ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ പാത്രയുടെ പവർ അത് വളരെ കൂടുതലാണ്. പാത്ര അവൻ റാഞ്ചിയെ തട്ടിത്തെറിപ്പിച്ച് ഇപ്പം മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോകും. പക്ഷെ റാഞ്ചി ആണെങ്കിൽ വിടാതെ അവനെ ഫോളോ ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ പാത്രയുടെ പവർ അത് വളരെ കൂടുതലാണ്. അത് റാഞ്ചിയെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ താഴത്തേക്കിടും. ആ കാഴ്ച കണ്ട മോഡ് സോൾസ് അവരാണെങ്കിൽ അവരുടെ അറ്റാക്കിംഗ് മോഡിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ആവും. അതിനുശേഷം റാഞ്ചിയെ രക്ഷിക്കാൻ അങ്ങനെ ഓടിയെത്തുകയാണ്. പാത്രമാണെങ്കിൽ റാഞ്ചിയെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അത് കണ്ട മോഡ് സോൾസ് അവറ്റകളാണെങ്കിൽ പാത്രോസിനെ തടഞ്ഞ് ഇപ്പോ റാഞ്ചി അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുക്കും. മോഡ് സോൾസുകളെ കണ്ട് ഇപ്പോ ആ ഒരു പാത്രോ അവനങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ആ മോഡ് സോഴ്സുകൾ അവറ്റകളെല്ലാം തന്നെ അവനെ റൗണ്ട് ചെയ്ത് അച്ചരം പൊച്ചരം ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ ഒരു അറ്റാക്ക് അതവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല. എങ്ങനെ രക്ഷപ്പെടണം എന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. മൗഡ് സോഴ്സുകളാണെങ്കിൽ വിട്ടുകൊടുക്കാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടനെ പാത്രോ അവനും അവന്റെ സ്ക്വാഡ് എടുത്ത് അവറ്റകളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പാത്രയുടെ പവർ അഥവാ മുഴുവനായിട്ട് റിലീസ് ചെയ്തായിരിക്കും അവറ്റകളോട് ഫൈറ്റ് ചെയ്യുക. പക്ഷെ മോഡ് സോൾസ് അവർ വേറെ ലെവലാണ്. അവരങ്ങനെ അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഐസന്റെ അസിസ്റ്റന്റിനെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. പാത്രയുടെ അറ്റാക്കിൽ അവൾക്കൊരു പോറൽ പോലും പറ്റാതെ അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സത്യത്തിൽ ഇതെല്ലാം തന്നെ ഐസന്റെ മാസ്റ്റർ പ്ലാനാണ്. അവളാണെങ്കിൽ പാത്രയുടെ അറ്റാക്ക് അതെല്ലാം കണ്ട് ടൈം പാസ് ചെയ്ത് ഹായ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.